വെൽക്കം ടു സൈലം ലേണിംഗ്. അമൃത മിസ് ആണ്. അപ്പൊ മകളെ, നമ്മൾ അടിപൊളിയായിട്ട് വോള്യം അല്ലെങ്കിൽ വ്യാപ്തം എന്ന് പറയുന്ന ചാപ്റ്റർ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലെ. മകൾക്ക് അറിയാവോ, ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് കുറെ വർഷങ്ങളായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ആ ചോദ്യം എന്താണ്, എങ്ങനെയാണ് എളുപ്പത്തിൽ ചെയ്യുക എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് മിസ് ഓടി വന്നിട്ടുള്ളത്. അപ്പൊ എന്ത് ചെയ്യാം, നമുക്ക് ചോദ്യത്തിലേക്ക് കടന്നാലോ. മകളെ, ഇങ്ങനെയൊരു ചിത്രം എന്റെ കുട്ടികൾ എന്ത് ചെയ്തിട്ടുണ്ടാവും, നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ ഉണ്ടാവുമല്ലോ. ഈ ഒരു ചോദ്യം എങ്ങനെയാണ് നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുക? ഇതിന് നിങ്ങൾക്ക് അറിയുന്ന ഒരു കാര്യമുണ്ട്. നമ്മൾ എന്താ പഠിച്ചേ? നമ്മൾ വോളിയം കണ്ടുപിടിക്കാൻ പഠിച്ച ആൾക്കാരാണല്ലേ. വ്യാപ്തം കാണാൻ നമുക്കറിയാം. ഇക്വേഷൻ എന്താണ്? വോളിയം V is equal to ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ്. അതായത് വ്യാപ്തം സമം നീളം ഗുണിക്കണം വീതി ഗുണിക്കണം ഉയരം അല്ലെ. വ്യാപ്തം എന്ന് പറയുന്നത് നീളം ഇൻറ്റു വീതി ഇൻറ്റു ഉയരം. ഇതല്ലേ നമ്മൾ പഠിച്ചത്. ഇതാണ് വോള്യത്തിന്റെ അല്ലെങ്കിൽ വ്യാപ്തത്തിന്റെ ഇക്വേഷൻ എന്ന് നമുക്കറിയാം. പക്ഷെ ഇത് ആരുടെയാണ്? ഒരു ബോക്സിന്റെയാണ്, അതായത് ഒരു ക്യൂബോയിഡിന്റെയാണ്, ഒരു പെട്ടിയുടെയാണ് ഈ വോള്യം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. അപ്പൊ നമുക്ക് പെട്ടികളുടെ ഇക്വേഷൻ മാത്രമേ അറിയുള്ളൂ. പെട്ടികളാണെങ്കിൽ വോള്യം കണ്ടുപിടിക്കാൻ നമുക്കറിയാം അല്ലെ. ഒരു പെട്ടിയാണെങ്കിൽ വോള്യം കണ്ടുപിടിക്കാൻ നമുക്കറിയാം, സിമ്പിൾ ആയിട്ട് അറിയാം. ഈ കാണിച്ചിരിക്കുന്നത് പെട്ടിയാണോ? പെട്ടിയല്ല. അല്ലല്ലോ, ഇത് പെട്ടിയല്ല. പെട്ടിയാണെങ്കിൽ നമുക്ക് വോള്യം കണ്ടുപിടിക്കാൻ അറിയാം, പക്ഷെ ഇത് പെട്ടിയല്ല. എങ്ങനെ കണ്ടുപിടിക്കും? ഇതിന് നമുക്ക് പെട്ടിയാക്കാൻ പറ്റുമോ എന്ന് നോക്കാം. റെഡി? അതിന് എന്താ മിസ് ചെയ്യാൻ പോകുന്നതെന്ന് അറിയോ? ചെറിയൊരു മിനുക്കുപണി മാത്രം നമ്മൾ ചെയ്താൽ മതി. ഇതിനെ പെട്ടിയാക്കാൻ പോവാ മിസ്. ഒരൊറ്റ ലൈന് ഞാൻ ഇങ്ങനെ വരച്ചു. ഇപ്പൊ നിങ്ങൾ നോക്കിയേ, ഇത് രണ്ട് പെട്ടികളായി. ഇത് ഒന്നാമത്തെ പെട്ടി, ഇത് രണ്ടാമത്തെ പെട്ടി അല്ലേ. ഒരു ലൈന് മിസ് വരച്ചു. ദാ ഈ കാണുന്ന ഒരു വര മിസ് വരച്ചപ്പോ രണ്ട് പെട്ടികളായിട്ട് കിട്ടി മിസ്സിന്. പെട്ടിയുടെ അല്ലെ, ഒരു ബോക്സിന്റെ വോള്യം കാണാൻ നമുക്കറിയാം അല്ലെ, വ്യാപ്തം കാണാൻ നമുക്കറിയാം. അപ്പൊ നമുക്ക് ഒന്നാമത്തെ ബോക്സിന്റെ വോള്യം കണ്ടുപിടിക്കാം. ഒന്നാമത്തെ ബോക്സിന്റെ വോള്യം നോക്കിയേ, നമുക്കറിയാം വോള്യം ഇസ് ഈക്വൽ ടു ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ്. ശരിയല്ലേ? ഇവിടെ ഒന്നാമത്തെ പെട്ടിയുടെ നീളം എത്രയാടാ? ഒന്നാമത്തെ പെട്ടിയുടെ നീളം എത്രയാ? തന്നിട്ടില്ല. പക്ഷെ നമുക്കറിയാം ഇവിടെ നിന്ന് ഇവിടെ വരെ 6 ഇവിടെ നിന്ന് ഇവിടെ വരെ 6. ഈ ഒരു കഷ്ണത്തിന്റെ നീളം ഇതാണ് അല്ലെ. അത് എത്രയാണ്? 4. അപ്പൊ ഇവിടെ 4, ഇവിടെ 6, ഇവിടെ 6. അപ്പൊ നീളം എത്രയാണ്? 6 + 4 + 6 16 സെന്റിമീറ്റർ. 16 സെന്റിമീറ്റർ എന്ന് ആരും പറയുന്നില്ല, 16. ബ്രെഡ്ത്ത് എത്രയാണ്? വീതി ഇതാ 4. ഹൈറ്റ് എത്രയാണ്? ഇതാ 3. എല്ലാം കിട്ടി അല്ലെ. വ്യാപ്തം ഇസ് ഈക്വൽ ടു 16 ഗുണിക്കണം 4 ഗുണിക്കണം 3 എത്രയാണ്? 16 ഗുണിക്കണം 12 അല്ലെ. 4 3 12 ആണ്. 12 2 3 3 0 6 1 2 9 1 192 അല്ലെ. ഇതൊക്കെ സെന്റിമീറ്റർ ആണ് എങ്കിൽ, ഇതെല്ലാം സെന്റിമീറ്റർ ആണ് എങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? ഇത് സെന്റിമീറ്റർ, ഇത് സെന്റിമീറ്റർ, ഇത് സെന്റിമീറ്റർ. സെന്റിമീറ്റർ ക്യൂബ് എന്ന് എഴുതാം. യൂണിറ്റ് എപ്പോഴും വൃത്തിയായിട്ട് എഴുതണം, സെന്റിമീറ്റർ ക്യൂബ്. റെഡി? 17 ബാക്കി 1 3 0. ഓക്കെ, ശരിയല്ലേ? ഓക്കെ, അപ്പൊ ഒന്നാമത്തെ പെട്ടിയുടെ വോള്യം നമ്മൾ കണ്ടുപിടിച്ചു. ഇനി രണ്ടാമത്തെ പെട്ടി. ഓക്കെ, രണ്ടാമത്തെ പെട്ടി ഒന്ന് സൂക്ഷിച്ചു നോക്കിയേ. രണ്ടാമത്തെ പെട്ടി നീളം, ഇതാണ് നീളം. നീളം എത്രയാണ്? 11 അല്ലെ. വോളിയം ഇസ് ഈക്വൽ ടു ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ് ആണ് നമുക്കറിയാം. ആദ്യം നമുക്ക് നീളം അറിയണം. നീളം 11 സെന്റിമീറ്റർ, വീതി 4 സെന്റിമീറ്റർ, ഹൈറ്റ് 3 സെന്റിമീറ്റർ. അങ്ങനെയാണ് വോളിയം എന്താണ്? 11 × 4 × 3 അല്ലെ. അപ്പൊ നമുക്ക് 11 × 12 ചെയ്യാം. 2 2 0 1 1 132 സെന്റിമീറ്റർ ക്യൂബ്. കഴിഞ്ഞോ? രണ്ട് പെട്ടികളുടെ വോളിയം നമ്മൾ കണ്ടുപിടിച്ചു. കഴിഞ്ഞോ? കഴിഞ്ഞിട്ടില്ല. ആകെ വോളിയം, ടോട്ടൽ വോളിയം എന്ന് പറയുന്നതും കൂടി കണ്ടുപിടിക്കണം. ടോട്ടൽ ഇസ് ഈക്വൽ ടു ആകെ വോളിയം അല്ലെങ്കിൽ
ടോട്ടൽ എന്ന് പറയുന്നത് ഇത് രണ്ടും കൂടി കൂട്ടിയാൽ മതി. 192 പ്ലസ് 132 എത്രയാണ്? 4 12 അല്ലെ, ബാക്കി വന്ന് 324 സെന്റിമീറ്റർ ക്യൂബ്. ഇതായിരിക്കും ഫൈനൽ ആൻസർ. റെഡി? അപ്പൊ എന്താ ചെയ്യേണ്ടത്? ആദ്യം തന്നെ ഒരു ലൈന് വരയ്ക്കുക, 2 പെട്ടികളാക്കി മാറ്റുക. എന്നിട്ട് എന്ത് ചെയ്യുക? ഒന്നാമത്തെ പെട്ടിയുടെ വോളിയം കണ്ടുപിടിക്കുക, പിന്നെ രണ്ടാമത്തെ പെട്ടിയുടെ വോളിയം കണ്ടുപിടിക്കുക, രണ്ടും കൂടി ആഡ് ചെയ്യുക. ഇത്രയും ചെയ്താൽ മതി. ഇത്ര എളുപ്പത്തിൽ നമുക്ക് എന്ത് ചെയ്യാം? ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്തെടുക്കാം. അപ്പൊ എന്ത് ചെയ്യുക? ടെക്സ്റ്റ് ബുക്കിൽ ഇതേപോലത്തെ 2 ക്വസ്റ്റ്യനും കൂടി ഉണ്ട്. എന്റെ മക്കൾ എന്ത് ചെയ്യുക? കൃത്യമായിട്ട് ഇപ്പം തന്നെ പോയിട്ട് ആ 2 ക്വസ്റ്റ്യൻ കൂടി ഒന്ന് ചെയ്തു നോക്കുക. കൃത്യമായിട്ട് ഉത്തരം കിട്ടും. ഉറപ്പിക്കാവുന്ന ക്വസ്റ്റ്യൻ ആണ് എക്സാമിന്. എല്ലാവരും ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. എല്ലാവരും പഠിക്കട്ടെ അല്ലേ? So thank you students, thank you so much for your valuable time. Have a great day. Bye bye everyone.